വലിയ രസകരമായ തമാശയാണ് സംഭവിച്ചത്. നമ്മൾ നിയമസഭയിലെ സ്വരാജിൻ്റെ ഒരു പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പോൾ പോട്ടിനെ കുറിച്ച് നേരത്തെ ഒരു ഡൊമിനിക് പ്രസൻറ്റേഷൻ ഞങ്ങളുടെ ഒരു ചർച്ചയിൽ ഓർമ്മയില്ലേ, അതിങ്ങനെ കാണുകയായിരുന്നു. പഴയ വീഡിയോ ഇങ്ങനെ സ്വരാജ് അത് കേട്ട് നിൽക്കുന്നത് എന്താണ് എന്നെക്കുറിച്ച് പറയുന്നതെന്നോ. അപ്പോൾ പോൾ പോട്ടിനെ ചേർത്ത് വെച്ചത് ഓർമ്മയുണ്ടോ? ഒരു ചർച്ചയിൽ വെഞ്ഞാറമൂട് കൊലപാതകത്തിൻ്റെ സമയത്ത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് ഭീകരത എന്ന മട്ടിൽ പോൾ പോട്ടിനെ കണക്ട് ചെയ്തപ്പോഴത്തേക്ക് സ്വരാജ് അതിഗംഭീരമായിട്ട് അതിന് മറുപടി കൊടുത്ത് അതിൻ്റെ ഒരു ലോക സാഹചര്യവും ഒക്കെ കൂടെ ചേർത്ത് കംബോഡിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിലെ അടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അംഗീകരിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുന്ന ഒരു അനുഭവം ഉണ്ട്, ഓർമ്മയുണ്ടോ? കംബോഡിയയിലെ പോൾ പോട്ടറിന് ഞാൻ മറുപടി പറയണ പോലും അങ്ങ് എന്താണ് പോൾ പോട്ടറിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? അങ്ങനെ ഒരാളെ ഇല്ല, അറിയോ? സാലോത്തോ സാർ എന്ന് പറയുന്ന ഒരാളായിരുന്നു, ഒരു പ്രാന്തൻ. അയാൾ പോൾ പോട്ട് എന്നൊരു പേര് സ്വീകരിച്ചതാണ്. ഒരു ഫ്രഞ്ച് വാക്കാണ് പോൾ പോട്ട് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ പൊളിറ്റിക്സ് എന്നാണ് അർത്ഥം. അദ്ദേഹം ഈ ഭ്രാന്തൻ നടപടികളുമായി മുൻപോട്ട് പോയപ്പോൾ കംബോഡിയയിലെ കമ്മ്യൂണിസ്റ്റുകാർ അയാളെ തള്ളി പറഞ്ഞു. ഹുൻസെന്നിന്റെ നേതൃത്വത്തിൽ, ഹെങ് സാമറിന്റെ നേതൃത്വത്തിൽ കംബോഡിയൻ പീപ്പിൾസ് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കി. ഇന്ത്യയിലെ CPIM ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കംബോഡിയയിലെ ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അംഗീകരിച്ചത് കംബോഡിയൻ പീപ്പിൾസ് പാർട്ടിയായിരുന്നു. അമേരിക്കയാണെന്ന് പോൾ പോട്ടിന് പിന്തുണ കൊടുത്തത്. അങ്ങ് എന്തൊക്കെയാണ് പറയുന്നത്? എന്തു പോട്ടെ, അതൊക്കെ വിടാൻ നമുക്ക്. വെഞ്ഞാറമൂട്ടിലെ 2 ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നിട്ട് റഷ്യയിലെ ബോൾഷെവിക് വിപ്ലവത്തിന് സമാധാനം പറയണമെന്ന് പറഞ്ഞാൽ വിപ്ലവം യുദ്ധമാണ് സർ, ജനകീയ യുദ്ധമാണ്. യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കണക്ക് പറഞ്ഞിട്ടാണോ ജനാധിപത്യ രാജ്യത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ ന്യായീകരിക്കുന്നത്? സ്റ്റാലിന്റെ കാലത്ത് കൊല്ലപ്പെട്ടു, ശരിയാണ്. ഇന്ത്യ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ഇന്ത്യയിൽ പ്രവർത്തനം നടക്കുന്ന മാവോയിസ്റ്റുകളെ എങ്ങനെയാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്? ലോകത്തെല്ലായിടത്തും അങ്ങനെയല്ലേ? അത് ആ രാജ്യത്തെ നിയമം അനുസരിച്ചല്ലേ? അതൊന്നും ന്യായീകരിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ അങ്ങയോട് പറയുന്നു, ദയവായി 2 ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ പച്ചമണ്ണിന്റെ നനവ് വിട്ടുമാറുന്നതിന് മുമ്പ് റഷ്യയിലെ ബോൾഷെവിക് വിപ്ലവവും ചൈനയിലെ കാര്യവും കംബോഡിയയിലെ കാര്യവും പറയുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു, അത്ര ഞാൻ പറയുന്നുള്ളൂ. അന്ന് ഡൊമിനിക് പ്രസന്റേഷൻ ആയിരുന്നു അപ്പുറത്തുണ്ടായിരുന്നു. അല്ല, അദ്ദേഹം അന്ന് അല്പം വൈകാര്യമായിരുന്നു. വെഞ്ഞാറമൂട്ടിൽ 2 ചെറുപ്പക്കാർ പ്രത്യേകതയാണ്, ഒരു ഇരട്ട കൊലപാതകമാണല്ലോ. അതെ, അന്ന് ഉടനെ നേരെ ഈ പറയുന്ന പോലെ ചൈനയിൽ ലോങ് മാർച്ചിൽ നടന്നിട്ടുള്ളതിനെ കുറിച്ചും സാർ ചക്രവർത്തിമാരെ വധിച്ചതിനെ കുറിച്ചും ഒക്കെ ഞാൻ പറയണമെന്നാണോ പറയുന്നതൊക്കെ പറഞ്ഞിട്ട്. അല്ല, എനിക്ക് തോന്നുന്നു ആ സമയത്ത് പെട്ടെന്ന് തിരുവനന്തപുരത്തുണ്ടായൊരു കൊലപാതകമാണ്. തിരുവനന്തപുരത്ത് 2 ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി വധിച്ചതാണ്, ബിദുലാജും ഹക്കും. അതെ. അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ വിഷയത്തിൽ നിന്ന് മാറിയിട്ട് എനിക്ക് തോന്നുന്നു അത് ന്യായീകരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തെ മോശമായിട്ട് കാണണ്ട. അദ്ദേഹം ആ സംഭവത്തെ ന്യായീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം വേറെ കുറച്ച് വിമർശനങ്ങൾ ചരിത്രത്തിൽ നിന്ന് ഉന്നയിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചരിത്രവുമല്ല, അതിൽ പോൾ പോട്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ഈ പോൾ പോട്ടിനൊക്കെ ഇപ്പോഴും എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും എടുത്ത് ഉപയോഗിക്കുന്നതാണ്. പോൾ പോട്ട് അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല പറയാം. അപ്പോൾ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ കിട്ടുന്ന വിവരം വെച്ചിട്ട് ചിലർ, അദ്ദേഹമല്ല മറ്റ് പലരും ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ സത്യത്തിൽ പോൾ പോട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്തും അംഗീകരിക്കുന്നില്ല. ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയായിട്ട് അദ്ദേഹം വന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കമ്മ്യൂണിസവുമായി പുലബന്ധമുള്ളതായിരുന്നില്ല. പോൾ പോട്ട് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും കൃതികൾ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാലാണ് അദ്ദേഹം. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്നെ ആവേശം കൊള്ളിച്ചത്, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ പീറ്റർ പ്രൊപ്പോട്കിൻ എഴുതിയ ഗ്രേറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് വായിച്ചിട്ടാണ്. അത് വേറൊരു അനാർക്കിസ്റ്റാണ്. അദ്ദേഹം ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് എഴുതിയൊരു പുസ്തകം വായിച്ചിട്ടാണ് എനിക്ക് ആവേശം തോന്നിയതെന്നും മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും കൃതികൾ എന്നെ സ്വാധീനിച്ചിട്ടില്ല എന്നും പറഞ്ഞ ആളാണ് ഈ പോൾ പോട്ട്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ പേര് സാലോത്തോ സാർ എന്നാണ്. ആ പേര് മാറ്റിയിട്ട് അദ്ദേഹം പൊട്ടൻഷ്യൽ പൊളിറ്റിക്സ് എന്നർത്ഥമുള്ള ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് പോൾ പോട്ട് എന്നുണ്ടാകുന്നത്. പൊട്ടൻഷ്യലെ പൊളിറ്റിക്കോ എന്നോ എന്തോ ആണത് പറയുക. അങ്ങനെയൊക്കെ പേരൊക്കെ മാറ്റിയ മറ്റേ മുതലാളിത്ത നാണ്യവ്യവസ്ഥ ഇല്ലാതാക്കാൻ ബാങ്ക് കത്തിച്ച് കളഞ്ഞ ഒരു ഭ്രാന്തനാണ്. ഇതിങ്ങനെ കൂടി വന്ന് ശരിയായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ശരിയായ വിപ്ലവകാരികൾ ചേർന്ന് വേറെ പാർട്ടി ഉണ്ടാക്കി. അതാണ് കംബോഡിയൻ പീപ്പിൾസ് പാർട്ടി. കംബോഡിയൻ പീപ്പിൾസ് പാർട്ടിയെയാണ് ഹെങ് സാമറിൻ്റെയും ഹുൻസെന്നിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പാർട്ടി. ആ പാർട്ടിയെയാണ് CPIM ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചത്. അവസാനം സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടപ്പോൾ ഈ പോൾ പോട്ടിന് അഭയം കൊടുത്തതും അദ്ദേഹത്തെ സംരക്ഷിച്ചതും അമേരിക്കയാണ്, ഇമ്പീരിയലിസമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചരിത്രം. പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ആളുകളും ഒരു മീഡിയ അപ്രോച്ചും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇങ്ങനെ അയഥാർത്ഥമായ കാര്യങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ വളച്ചൊടിച്ച് അവതരിപ്പിച്ച് ഭീകരമായ ഒരു പ്രതീതി സൃഷ്ടിക്കുക എന്നുള്ളതുണ്ട്. അത് നടന്നു വരുന്നൊരു കാര്യമാണ്, അത്രേ ഉള്ളൂ. പക്ഷേ ചരിത്രം അതിനൊന്നും കൂട്ടുനിൽക്കുന്നില്ല.